വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഈ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ എല്ലാ ടെൻഷനും മറക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മനോട് പറയുമ്പം അമ്മ പറയുന്ന ഒരു സംഭവമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുക, അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ, നന്നായി ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മട്ടൻ്റെ തല കൊണ്ടുള്ള ഒരു സൂപ്പ്. ഇതൊരു ട്രഡീഷണൽ ഡിഷാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ, നല്ല ഇടിയപ്പത്തിൻ്റെ കൂടെ, നൂൽപുട്ട് എന്നൊക്കെ പറയും കേട്ടോ പാലക്കാട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. അതിന് വേണ്ടി കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താളിക്കുന്ന സമയത്താണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊരു 25 ഗ്രാം വരും. ആക്ച്വലി കുറച്ച് ലാർജ് ക്വാണ്ടിറ്റിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു 10 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുരുമുളകും ജീരകവും കൂടെ സമം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. അതൊരു 4 സ്പൂൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബൗളിൽ എടുത്ത അളവ് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇത്രയുണ്ട്, ഒരു ബൗൾ ഫുള്ളുണ്ട്. അതേപോലെ ആ ഒരു ബൗളിൻ്റെ ഹാഫാണ് കുരുമുളക് ജീരകം പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം കുറച്ച് ഉള്ളി. ഈ ഉള്ളി നമുക്ക് താളിക്കാനായിട്ടാണ് വേണ്ടത്. സൂപ്പ് വേവിക്കുമ്പോൾ നമുക്ക് ഉള്ളി വേണ്ട, താളിക്കാനാണ് ഉള്ളി വേണ്ടത്. പിന്നെ നമ്മുടെ കഥാനായകൻ തല, മട്ടൻ്റെ തലയാണ്, ഒരു 3 തലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഏതെങ്കിലും ചാനലൊക്കെ നോക്കി, യൂട്യൂബ് ചാനലൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ തല ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് തലയൊക്കെ ഒന്നും കൂടെ മേടിപ്പിച്ച് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള മുരിങ്ങ മരത്തുനിന്ന് കുറച്ച് മുരിങ്ങയിലയും പറിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് താളിക്കാനാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള തല അതിനകത്ത് ഇട്ടു. അതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് ജീരകം ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിനകത്തിട്ടു, മഞ്ഞൾ പൊടി ഇട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ തല എടുത്തിട്ടുള്ളത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. പിന്നെ കണ്ടില്ലേ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പോ അല്ലെങ്കിൽ മുളകോ ഒക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂപ്പിന് ആ ഒരു സൂപ്പിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാം വളരെ പാകത്തിന് എടുക്കാൻ പാടില്ല, ഉപ്പൊന്നും കൂടാൻ പാടില്ല. അതുപോലെ നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ അതൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല. ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ നമുക്ക് ഈ ഒരു സൂപ്പിലുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇപ്പം അടയ്ക്കാൻ പാടില്ല, ഇപ്പം അടയ്ക്കാൻ പാടില്ലേ. നമ്മൾ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച ശേഷം മാത്രം അടച്ചു വയ്ക്കാൻ പാടില്ലേ. അപ്പോൾ അങ്ങനെ തിളയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടിരിക്കുവാണ് നിങ്ങളിത് കണ്ടത്. അപ്പോൾ തിളച്ച ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 8 or 10 വിസിൽ വന്ന ശേഷമാണ് നമ്മൾ തുറക്കേണ്ടത്. വിസിൽ കംപ്ലീറ്റ് പോയിട്ട് തുറന്നാൽ മതി. ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇറക്കാൻ പാടില്ലേ. ഒന്ന് സിമ്മിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒന്ന് സിമ്മിലിട്ട് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നെയ്യൊക്കെ ഇങ്ങനെ മേലെ തെളിയും. അതായത് നമ്മുടെ തലയല്ല, ആടിൻ്റെ തലയിലുള്ള നെയ്യൊക്കെ അങ്ങ് മേലെ തെളിയും. അപ്പോൾ ആ സമയമാവുന്ന വരെ ഇതൊന്നും ഇങ്ങനെ സിമ്മിൽ നമ്മുടെ അടുപ്പിൽ തന്നെ കിടക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പോയി താളിക്കാം. കണ്ടോ, നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ താളിക്കുന്നത് കേട്ടോ. ആ സാധനത്തിന്, അതായത് സൂപ്പിനെ എടുത്ത് ഞാൻ ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാനല്ല, അമ്മ എടുത്ത് വെച്ചു. അപ്പോൾ ഒരു ചീനച്ചട്ടി വെക്കുക, നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടി വെക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അപ്പഴേ എടുത്ത് വെച്ചില്ലേ ഉലുവ, ആ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കാം. എന്നിട്ട് എടുത്തു വെച്ച ഉള്ളി റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞ ശേഷം ഈ ഉലുവ പൊട്ടിയതിൽ ഇടുക. അപ്പോഴേ നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, ഒരുപാട് ഉള്ളിയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും എൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ വരും. ആദ്യം അമ്മ വിചാരിച്ചു കുറച്ചുള്ളി മതിയെന്ന്, പിന്നെ തോന്നിയില്ല നിറയെ ഉള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ കുറച്ചും കൂടി ഉള്ളി എടുത്തിടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോഴേ എടുത്ത് വെച്ചില്ലായിരുന്നു മുരിങ്ങയില, ആ മുരിങ്ങയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഇത് കരിഞ്ഞു പോകരുത്, മറിച്ച് അതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊരു നന്നായി ഒന്ന് വയറ്റി കിട്ടണ വരെ നമ്മളിതിങ്ങനെ ഇളക്കുക.
അപ്പോൾ ഈ ഒരു പാകമാവുമ്പോൾ, അതായത് ഉള്ളിയുടെ നിറമൊന്നും അത്ര കണ്ട് മാറിയിട്ടില്ല, അതേപോലെ തന്നെ മുരിങ്ങയില ഒന്ന് മൂത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലാവുമ്പോൾ, ഈ ഒരു പാകമാവുമ്പോൾ നമ്മൾ ഈ താളിച്ചതിനെടുത്ത് സൂപ്പിൽ കൊട്ടുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തല സൂപ്പ്, മട്ടൻ തല സൂപ്പ് റെഡിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ മൈ മച്ചാനാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത് കേട്ടോ. അതായത് നമ്മൾ പുയ്യാപ്പിള വിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിരുന്നാണ്. 12 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എപ്പോൾ മച്ചാൻ വരുമ്പോഴും അതൊരു പുയ്യാപ്പിള വിരുന്ന് തന്നെയായിരിക്കും അമ്മയ്ക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്തതെന്നറിയോ? നല്ല ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഇന്ന് സെർവ് ചെയ്തത്. കാരണം എൻ്റെ ചേട്ടൻ അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്തത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇനി തല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആടിൻ്റെ കാലും മേടിക്കാൻ കിട്ടും. അതുകൊണ്ടാണെങ്കിലും നമുക്ക് ഇതേ റെസിപ്പി തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.